മാഡം, ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ജീവനക്കാർക്ക് പഴയ പോലുള്ള ഒരു ജോഷില്ല. അതെ, ജോഷമത്തയ്യ. ജോഷമത്തയ്യല്ല, ജോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാനുള്ള ഒരു ശുഷ്കാന്തിയില്ല. നമുക്ക് ഇവരുടെ ഈ ജോലി ചെയ്യാനുള്ള കഴിവ് കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ. കേൾക്കുന്നുണ്ടോ? അപ്പൊ അവരുടെ പ്രവൃത്തി കുറച്ചുകൂടെ നമുക്ക് ഊർജ്ജസ്വലമാക്കണം, നമ്മുടെ ജീവനക്കാരുടെ. അതെ അതെ, അത് ഞാൻ ചില മാർഗങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ അല്ലേ? അത് മാറ്റണം. അത് ആദ്യമായിട്ട് മാറ്റണം. അത് മാറ്റിയിട്ട് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ആക്കണം. 9 മുതൽ വൈകിട്ട് 5 വരെ ആക്കണം. മാഡം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മാഡം ഇത് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഓരോരോ കാര്യങ്ങളല്ലേ നോക്കാതിരിക്കാൻ പറ്റൂ? അല്ല, അതൊക്കെ നോക്കണം. പക്ഷെ അത് നമ്മുടെ തലച്ചോറിനെയൊക്കെ ബാധിക്കും ഇങ്ങനെ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരുന്ന. ചുമ്മാ ആവശ്യമില്ല മനുഷ്യനെ പേടിപ്പിക്കരുത്. അത് ഇങ്ങനെ ആയി എന്തോന്നാവാൻ. മാഡത്തിന്റെ തലച്ചോറാ വലുതെങ്കില് മാറ്റിവെക്ക്. തലച്ചോറ് മാറ്റി വെക്കാനോ? തലച്ചോറല്ല, ഈ മൊബൈൽ ഫോൺ മാറ്റി വെക്ക്. മൊബൈൽ ഫോൺ ആവശ്യങ്ങളൊക്കെ കഴിയട്ടോ മാറ്റി വെക്കാം. അല്ല മാഡം, അത് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മുടെ ഫാമിലിയിൽ തന്നെ എല്ലാവരും ഇതിൽ അഡിക്റ്റഡ് അല്ലേ? അവരും കൂടി ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തടയിടണം. ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാഡം. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഏകദേശം രാത്രി ഒരു 2:30 മണി വരെ ഞാനിങ്ങനെ മൊബൈലിൽ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ അതിനകത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ അങ്ങോട്ട് പറയുന്നത്. അതൊന്നും അറിയാനും തനിക്ക് ഫോൺ നോക്കേണ്ടി വന്നു. 2:30 അത് ഇന്നലെ രാത്രി. ഇന്ന് നമുക്ക് പുതിയൊരു തീരുമാനം എടുക്കാം. അങ്ങനെ ഇന്നലെ വരെ തലച്ചോറിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ? അല്ല, കുഴപ്പമില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ തലച്ചോറിനെ രക്ഷിക്കാൻ വേണ്ടി ഫോൺ മാറ്റി വയ്ക്കാൻ പറയണം. പറയാം. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഞാനിത് എനിക്കൊന്ന് അവതരിപ്പിക്കണമല്ലോ. അതിനൊരു ചില സമയം വേണം. നോക്കി കണ്ടുമൊക്കെ പറഞ്ഞ ഇല്ലെങ്കിൽ ഏക്കത്തില്ല. മനസ്സിലായോ? ഇപ്പൊ താനൊരു കാര്യം ചെയ്യ്. ആഫീസിൽ ചെന്ന് എന്റെ ഫയലൊക്കെ കഴിഞ്ഞോട്ട് എടുത്തോണ്ട് വാ. ക്ലോസ് ചെയ്ത എന്തിനാ തലച്ചോറ് മാറ്റി വെക്കുന്നത്? ഇതുപോലെ 2 മതിയല്ലോ, അത് പോയി കിട്ടാൻ. ലക്ഷ്മി എന്തിയടാ? അവക്കെന്തോ കഴിക്കാറായില്ലേ? എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിച്ചാൽ എന്താ? അതിനല്ലേ ഈ വിളിക്കുന്നത്? ഞാൻ വിളിച്ചതാണ്. മുത്തു, ആരും തൊണ്ട കുടുങ്ങി ചാകുന്നതിന് ഒരു ഗ്ലാസ് വെള്ളം തടാ. വെള്ളം തരാന്. ഇറച്ചിയല്ല പറഞ്ഞ വെള്ളം തരാന്. ഞാൻ ഇവിടെ പറഞ്ഞ വെള്ളം ഇതെന്തൊന്ന് ഇങ്ങനെ കുടിക്കണോ ഞാന്? വെള്ളം എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നീ എന്താ ഈ കുന്തം വെച്ചോണ്ട് നടക്കുന്നത്? അമ്മായി അതുകൊണ്ട് അല്ല, ഈ ആഹാരം തരുന്ന സമയത്തെങ്കിലും ഇതൊന്ന് മാറ്റി വെച്ചൂടെ? ഈ വിളി തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. എനിക്കറിഞ്ഞൂടെ മോനെ. നേരം വിളകുമ്പോ തുടങ്ങും. അമ്മിണി, ആനന്ദം, ഇന്ദിര, ഈശ്വരി, ഉമ, ഊർമിള, അവിടെ തുടങ്ങി രമണി വരെ തീരുമില്ല. കാര്യം പറയുമ്പോ നീ എന്താ ചുമ്മാ കൂന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്? അച്ഛനോ? അർജന്റ്. അമ്മ, അമ്മായി, അച്ഛൻ, അർജന്റ്. നീ ആരൊക്കെ ഉണ്ട്? നിനക്ക് ചെവിന്നൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? പൊന്നു ദൈവമേ, ഈ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ച് ഇവരുടെ തലച്ചോറ് നോക്കിക്കോ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. തലച്ചോറ് മാത്രമല്ല, ചെവി അടിച്ചു പോകും. അയ്യോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു പോയാൽ മതിയായിരുന്നു ഭഗവാനെ. ഏത് നേരം ചെവിയിൽ ഇതും വെച്ചോണ്ട്. രക്ഷപ്പെട്ടാ ഫോൺ റൂമിൽ വെച്ചാണോ വന്ന്? കൊറേ പ്രാവശ്യം റിങ് ചെയ്യുന്ന. അറിയില്ല, ഒരു നമ്പർ ആയിരുന്നു. അടുത്ത ആള്
എന്റെ കൊച്ചെ നിനക്ക് കഴിച്ചൂടെ രാവിലെ വന്ന്? കഴിക്കാനാ വന്നത്. സാജനായിരുന്നാ? എന്താ കാര്യം? അത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ സാജ? ഞാൻ പറഞ്ഞതല്ലേ അത്. ആ വേണ്ട വേണ്ട, കൊടുക്കണ്ട. റെഡി പേയ്മെന്റ് ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കൊടുക്കത് കൊടുക്ക്. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്ന് വിളിക്കൂ. ആ അല്ല, ഇവിടെ പറഞ്ഞ. ആ അല്ല, ഇവിടെ എന്തോന്നാണ് ഈ നടക്കുന്നത്? ഒന്നും നടക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് പറയാം, കേട്ടല്ലോ. എടാ, ഞാൻ പറയണ അങ്ങോട്ട് കേട്ടോണ്ടാ മതി. കൊച്ചമ്മ, ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? ഞാൻ പിന്നെ വിളിക്കാം. കുറെ നേരം കൊണ്ട് എല്ലാവരും ഈ ഫോണും കൊണ്ടിരിക്കുന്നു. എന്തിനാ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് നീ പറയുന്നത്? കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനും ഒത്തൊരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കാനും. ചാവാൻ പോവാന്ന് പറഞ്ഞാൽ വെള്ളം തരാത്തവൻ അവൻ ഫോണും കിടക്കിക്കൊണ്ട് നടക്കുന്നു. എണ്ണി വാങ്ങിക്കാൻ അറിയാമല്ലോ അങ്ങോട്ട്. അവക്കൊരു 2000 കൊണ്ട് ഇവക്ക് ഒരു 1000 കൊണ്ടെന്ന് പറഞ്ഞു. എന്താ എന്റെ മോനെ ഇത്? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇതൊരു ദിവസം ഈ ഫോൺ ഇല്ലാതെ ഇവിടുത്തെ ജീവിച്ചു നോക്കണം, എന്തെങ്കിലും അറിയത്തുള്ളൂ അതിന്റെ ഒരു സുഖം. എല്ലാത്തിനും കൂടെ തലച്ചോറടിച്ച് പോകാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ മാനേജർ രാവിലെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ആകെ മൊത്തം ഒരു പേടി. അമ്മ, എനിക്കെന്തായാലും ഫോണില്ലാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആണോ? ആ, അത് നേരാ. കാരണം നീ ജനിച്ച് വീണപ്പോഴേ കൈ ഫോണുമായിട്ടാണല്ലോ വന്നത്. സുനി ചേച്ചി എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ പറഞ്ഞില്ല. ഏത് ഫോണായിരുന്നു കയ്യിലുണ്ടായിരുന്നത്? ഫോണ്. പണ്ടൊക്കെ ആൾക്കാരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റും. ഇന്ന് ആർക്കാ നോക്കാൻ നേരം? ഫോണിലോട്ട് നോക്കിയില്ലേ ഇപ്പൊ ദണ്ട് ഇതുപോലെ. അയ്യോ. അല്ല, അമ്മ പറയണത് ശരി തന്നെയാണ്. പക്ഷെ ഇതിപ്പോ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ അമ്മ. മാറിപ്പോയി കൊച്ചമ്മ, പുതിയ യുഗമല്ലേ, നല്ല മാറ്റങ്ങൾ സംഭവിച്ചിരിക്കല്ലേ. എടാ, പണ്ടുള്ളവര് നല്ല സുഖമായിട്ട് ജീവിച്ചു ഫോണില്ലാതെ. എന്താ കാര്യം എന്നറിയാവോ? വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, ലോകപരിചയമുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഇതേലോട്ട് നോക്കിയെങ്കിലേ എല്ലാം മനസ്സിലാവൂ. ഇപ്പോഴ് അതാ അവസ്ഥ. ഞാനൊരു കാര്യം പറയാം. ഇന്ന് മുതല് ഒരു ദിവസത്തേക്ക് ഇവിടെ ആരും ഫോൺ ഉപയോഗിക്കാത്തൊരു വ്യവസ്ഥ കൊണ്ടിടണം. അല്ല, എനിക്കൊന്നും അറിയണമല്ലോ. നിങ്ങൾക്ക് ഈ ഫോണിൽ നോക്കാതെ ഫോണില്ലാതെ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയണമല്ലോ. നല്ല നിയമം അമ്മ. പക്ഷെ എന്നെ അതിൽ നിന്നൊന്നും ഒഴിവാക്കണം. എനിക്ക് ഫോണില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, സത്യമാണ്. അയ്യോ, പറ്റത്തില്ലയോ? പറ്റണം. ആ, ഇതെന്റെ തീരുമാനമാ. ഒരു ദിവസം ഫോൺ ഉപയോഗിക്കണ്ട. എന്തുവാ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആ, എല്ലാവരും അവരവന്റെ ഫോൺ അങ്ങോട്ട് വെക്കുക. ഞാനും വെക്കണോ കൊച്ചമ്മ? നീയാണ് ആദ്യം വെക്കേണ്ടിയോ. അപ്പം ഡ്രൈവർ ദീപുന്റെ? ആ, ദീപുന്റെ നീ പോയി വാങ്ങിച്ചോണ്ടോ. അവരും വേണ്ട. എല്ലാം അങ്ങോട്ട് വെച്ചാട്ട് എല്ലാവരുടെയും ഫോട്ടോ. എടാ കുഞ്ഞാ, അതിനത് കാര്യമുണ്ട്, ഞാൻ പറയാം. ഈ തലച്ചോറും ഒക്കെ അടിച്ചു പോവാതെ ഒരു ദിവസം ഒന്ന് നോക്ക്. അത് നീ വയ്യാട്ടോ ഫോണ്. ഇത് എന്റെ ഫോണാ. ഞാൻ മാതൃകയായിട്ട് തന്നെ എനിക്ക് ഇടകൊണ്ട് പോയി. ഒരു ദിവസം ഇതാരും ഉപയോഗിക്കരുത്. അഥവാ തെറ്റിച്ചാൽ 2000 രൂപ പിഴ അടച്ചിട്ട് വേണം അവനും എന്റെ ഫോണിൽ കൈവയ്ക്കാൻ. ഞാൻ തരൂല. നീയേ ഒരു ദിവസം ഇതില്ലാതെ ജീവിച്ചു നോക്ക്, അപ്പോഴറിയാം അതിന്റെ സുഖം. അമ്മ പറഞ്ഞത് എത്ര സത്യമാണ്. കുറച്ചു നേരം ആ ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചപ്പോ എന്തൊരു സമാധാനം. ഇളം കാറ്റ്, കുരുവികളുടെ ശബ്ദം, മലനിരകൾ. ദാ വരണം സമാധാനം കിടത്താൻ. എവിടെയും കൂടെ പിടിച്ച് എവിടെയെങ്കിലും പൂട്ടിയിട്ടിരുന്നെങ്കിൽ എനിക്ക് സമാധാനം കിട്ടും. നിങ്ങൾക്ക് എന്തിന്റെ കേടാ പ്രശ്നപ്പെട്ട? എന്താ ഈ പൊരി വെയിലത്ത് വന്നിരുന്ന് പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ? എടി, ഇതുപോലെ ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലത്തിരുന്ന് ബുക്ക് വായിക്കുന്നതിന്റെ സുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. പിന്നെ ഈ പൊരിവെയിലത്തിരുന്ന് പുസ്തകം വായിക്കുന്നതാണല്ലോ ശാന്തസുന്ദരമായിട്ട് ഉള്ള സുഖം. എടി, നീ തന്നെ ഒന്ന് നോക്ക്, എന്ത് ശാന്തതാണെന്ന് നോക്ക്. ഇവിടെ ഇളം കാറ്റ്, കുരുവികളുടെ ശബ്ദം, മലനിരകള്, സൂര്യപ്രകാശം. തേങ്ങാക്കൊലകൾ ആടിയില്ലേ? പ്രകൃതി മനുഷ്യനെ എന്നാ ഇവിടെ ഇരുന്ന് വെയില് കൊണ്ട് പുസ്തകം വായിക്കേ കേട്ടാ. വല്ല സൂര്യാഘാതം ഏറ്റു വീഴുമ്പോ എന്നെ വിളിക്കണേ. ഓ, അങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഫോണെല്ലാം താഴെ സറണ്ടർ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ.
അല്ല പ്രശോഭേട്ട, നിങ്ങളുടെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ഇരിക്കുന്ന ഇരിപ്പിൽ ഓരോ ഭൂതോദയം തോന്നും. ഈ ഫോണെല്ലാം കൂടെ വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് എന്തിനാ മുളകിട്ട് അച്ചാറ് വെക്കാനോ? എനിക്കാണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കാതെ കൈ ധരിച്ചോണ്ടിരിക്കുക. നിന്റെ സംസാരം കേട്ടിട്ട് എന്റെ കൈയാണ് ധരിക്കണത്. ഇതൊന്ന് നിന്നോടല്ല, ഞാൻ പ്രകൃതിയോട് സംസാരിച്ചതാ. ആ, ഇങ്ങനെ പ്രകൃതിയോട് സംസാരിക്കുന്നവരെ ഞങ്ങളുടെ നാട്ടില് വേറെ പേര് പറയാറ്. സുനിത മേനോനെന്നായിരിക്കും. ദേ പ്രശോഭേട്ട, നട്ടുച്ചയ്ക്ക് എന്റെ വായിലിരിക്കുന്ന ഒന്നും കേൾക്കാൻ നിന്നേക്കരുത്. അല്ലേലും നിങ്ങൾ ഭർത്താക്കന്മാർക്കുള്ളതാ. ഭാര്യമാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ അവരുടെ അച്ഛനമ്മമാരെ ട്രോളുക എന്നുള്ളത്. എടി, ഞാൻ നിന്നെ പറഞ്ഞ നീ എന്തെങ്കിലും എന്നെ അടിക്കാൻ എടുത്തോണ്ട് വരും. എന്നെക്കാണ് ഞാൻ നിന്റെ അമ്മയെ പറഞ്ഞ നിന്റെ കാതിൽ തന്നെ അങ്ങ് ഒതുങ്ങിയിരിക്കുമല്ല. പ്രശോഭേട്ട, ആ ഫോണൊന്നും വാങ്ങിച്ച എനിക്ക് അത്യാവശ്യമായിട്ട് കുറെ പേര് വിളിക്കാനുള്ളതാ. അത്ര ഉണ്ടായിരുന്നുള്ള കാര്യം. ആ, ഇത് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞാ പോരാ. അത് വാങ്ങിച്ചു തരുമോ? പിന്നെ അല്ലാതെ. അയ്യോ, നീ ഒരു കാര്യം ചെയ്യ്. ആ ഫൈനിലുള്ള 2000 രൂപയും കൂടെ ഇങ്ങ് താ. 2000 രൂപയോ? ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ വാങ്ങിച്ചാ ഞാൻ ജിപേ ചെയ്തു തരാം. ആദ്യം ജിപേ ചെയ്യും, എന്നിട്ട് ഫോൺ വാങ്ങിച്ചു തരാം. ഫോൺ കിട്ടിയാലല്ലേ ജിപേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഈ 2000 രൂപ എന്റെ ഇല്ലല്ലോ. നീ ആദ്യം ജിപേ ചെയ്യും. നീ അല്ലേ ഇവിടുത്തെ കൺവിൻസിങ് സ്റ്റാർ. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലല്ലേ? തീരേ ഇല്ല. ആ, ആ. ഓഹോ, നിങ്ങൾ അനുഭവിക്കും. 10-12 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചോണ്ട് തന്നെ ഇരിക്കണം. അനുഭവിക്കും കേട്ടാ. ആ ഫോൺ സൈലന്റ് ആക്കി വെച്ചോളൂ. ഇവളെയും കൂടെ സൈലന്റ് ആക്കി വെച്ചിരുന്നെങ്കിൽ എന്റെ തലച്ചോറ് ചകിരിച്ചോറാവൂലായിരുന്നു. ഓരോരുത്തന്മാര് കയറി വന്ന് ഓരോന്നും പറഞ്ഞിട്ട് എന്തോന്നാണോ താനീ ഓടി കലശി വരുന്നത് മനുഷ്യനെ പേടിപ്പിക്കാൻ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പോ? ആർക്ക്? അല്ല മാഡത്തിന്. എനിക്കോ? എന്ത് കുഴപ്പം? അല്ല, ഞാനൊരു 10 രൂപയാണ് മാഡത്തിനെ വിളിച്ചിരുന്നു. ആ, ഫോൺ എടുത്തില്ല. ആഹാ, അപ്പൊ ഞാൻ വീണ്ടും പ്രശോഭനെ ഒരു 21 തവണ വിളിച്ചു. വിളിച്ചു, അയാളും ഫോൺ എടുത്തില്ല. എടുത്തില്ല. അപ്പൊ ഞാൻ ലക്ഷ്മി ഒരു 22 തവണ വിളിച്ചു. ആ, അവരും എടുത്തില്ല. എടുത്തില്ല. അപ്പൊ ഞാൻ മുത്തുനെ 23 തവണ ഫോൺ വിളിച്ചു. ആരും എടുക്കുന്നില്ല. അയ്യോ, ഇതേ താൻ ഉണ്ടാക്കി വെച്ചതാ. എന്തോ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണൂന്ന് കേൾക്കാറില്ലേ? അതായിപ്പോ ഇവിടെ സംഭവിച്ചത്. എനിക്കൊന്നും ഓർമ്മയില്ല. ഇന്നലെ താൻ പറഞ്ഞല്ലോ, ഇവിടെ ആരും ഫോൺ എടുക്കരുത്, വേണം ശ്രദ്ധിക്കണം, വേണം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കണം, തലച്ചോറെല്ലാം കൂടെ എടുത്തോണ്ട് പോകുന്നൊക്കെ പറഞ്ഞില്ലയോ? അങ്ങനെ പറഞ്ഞായിരുന്നു. ആ, അപ്പൊ അതുകൊണ്ട് ഞാനേ ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ ഒരു നിയമം പാസ്സാക്കിയിരിക്കുക. ഈ വീട്ടിലുള്ള ഒരുത്തനും ഇന്നത്തെ ഒരു ദിവസം ഫോണിൽ തൊടാൻ പാടില്ല, വിളിക്കാനും പാടില്ല, എടുക്കാനും പാടില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി. എല്ലാവരും ഫോൺ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതോ മറ്റോ തെറ്റിച്ച് ഫോൺ എടുത്താൽ 2000 രൂപ പിഴ അവിടെ വെച്ചിട്ട് വേണം എടുക്കാൻ. അയ്യോ, അങ്ങനെ ആക്കി മാഡം. അങ്ങനെ ആക്കി. കാരണം മാനേജർ സാറ് പറഞ്ഞ് വരട്ടിയില്ലേ, തലച്ചോറൊക്കെ എടുത്ത് കളയേണ്ടി വരും. അല്ലാതെ അപ്പോഴ് ഇപ്പൊ വേറെ ഒരു വലിയ പ്രശ്നമുണ്ട് മാഡം. നമ്മുടെ മലേഷ്യൻ കമ്പനിയുടെ MD ഉണ്ടല്ലോ, ലത്തീഫ് മാഡത്തിന് ഒരു 10 രൂപയാണ് വിളിച്ചായിരുന്നു. കിട്ടാതെ വന്നപ്പോ കമ്പനി വിളിച്ചു, ഓഫീസ് വിളിച്ചു. അത് പറയാൻ വേണ്ടി ഞാൻ ഓടി വന്നതേ. അയാൾ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 മണിക്കൂറിന് മാഡം തിരിച്ച് വിളിച്ചില്ലെങ്കിൽ നമ്മുടെ കമ്പനിയായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി കൂടെ വായിരുന്നത് കേട്ടല്ലോ. കിട്ടിയല്ലോ. അത് തന്നെ. ആ മനുഷ്യൻ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നതാ ഭഗവാൻ. മാഡം ഒരു കാര്യം ചെയ്യും, 2000 രൂപ വലിച്ചെറിഞ്ഞിട്ട് ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് മാഡം അയാളെ ഒന്ന് തിരിച്ചു വിളി. അത് വേണ്ട. അതേ, ഞാനുണ്ടാക്കിയ നിയമമാ. എന്നിട്ട് അത് ഞാൻ തന്നെ തെറ്റിക്കാന്ന് വെച്ചാല് ഇതിപ്പോ നാണക്കേട് വേറെ വല്ലതും ഉണ്ടോ? എനിക്ക് ഈ വീട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റും ആരുടെങ്കിലും മുമ്പിൽ കൂടെ? അല്ല മാഡം, ഇത് കോടികളുടെ ബിസിനസ്. അത് വിളിക്കാതെ ഒരു കാര്യം ചെയ്യും, എന്റെ ഫോണിൽ നിന്ന് അങ്ങോട്ട് വിളിക്കാൻ. അത് നല്ല ഐഡിയ. തുമാരാ ഫോൺ തരത്തില്ല. ഈ വീട്ടിൽ ആരും ഫോൺ ഉപയോഗിക്കരുതെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്, അല്ലേ അമ്മേ? അതെ. തലച്ചോറ് സ്തംഭിക്കും, അല്ലേ അമ്മേ? അത് തന്നെ. പക്ഷെ എന്റെ തലച്ചോറിന് കുഴപ്പമൊന്നുമില്ല മാഡം. ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല, നാളെ ചിലപ്പോ കുഴപ്പം വന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ നിയമം എല്ലാവർക്കും പാലിക്കാനുള്ളതാണ്, അല്ലേ അമ്മേ? പിന്നെ അപ്പോഴേ കൊറേ ഫോൺ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഞാനിത് കൊണ്ടിട്ടെ. അതെ, ശരി. കൊണ്ടുപോയി. എന്തോ മൊബൈൽ കൊണ്ടുപോയി. മൊബൈൽ കൊണ്ടുപോയല്ലോ. ഇത് താനായിട്ട് വരുത്തി വെച്ച വിനയാണ്, മനസ്സിലായല്ലോ? തലച്ചോറെല്ലാം കൂടെ എടുത്തോണ്ട് കളയേണ്ടി വരും. എന്റെ പൊന്നു മേഡം, തൊടല്ലേ മേഡം, നിയമം പാസ്സാക്കി എല്ലാം പറഞ്ഞില്ലയോ? അനുഭവിച്ചോ മനുഷ്യ? എന്നാലും ഇത് വല്ലാത്തൊരു നിയമമായി പോയി, പുതിയ നിയമം.
അരമണിക്കൂറായി ഇരിപ്പ് തുടങ്ങിയിട്ട്. അരമണിക്കൂറായിട്ട് ആ ഫോൺ അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു വഴിയും തന്റെ തലയിൽ വരുന്നില്ലടോ. താനൊക്കെ എന്തോന്ന് മാനേജരാ. അല്ല മാഡം, നമുക്കേ വണ്ടി എടുത്തോട്ട് പോയി ഓഫീസിൽ ചെന്നിട്ടേ അവിടുന്ന് ഫോൺ വിളിച്ചാലോ? എടോ, അവിടെ എത്താനും അരമണിക്കൂർ വേണ്ടേ? ആകെ 1 മണിക്കൂർ സമയമാ അയാൾ തന്നിരിക്കുന്നത് തിരിച്ചു വിളിക്കാൻ. എന്നാ പിന്നെ 2000 രൂപ കൊടുത്ത് തോറ്റുവിട്. അയ്യടാ, ഞാന് തോറ്റു കൊടുക്കാൻ? അത് വേണ്ട. ഓ, എല്ലാം ഒപ്പിച്ച് വെച്ച് തോറ്റു കൊടുക്കാൻ. ഇത് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഉത്തരത്തിലുള്ള എടുക്കുകയും വേണം, കക്ഷത്തിലുള്ള പോവുകയും ചെയ്യരുത്. എടോ, താൻ ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു മാർഗമില്ലേ അതെടുക്കാൻ? നേരായ വഴിയിൽ ആലോചിച്ചിട്ട് പോയി മാർഗം. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ നേരായ മാർഗമൊന്നും തന്റെ തലയിൽ വരുന്നില്ലെങ്കിൽ നേരല്ലാത്ത ഏതെങ്കിലും മാർഗം ഉണ്ടോ നോക്ക്. കാര്യം നടക്കണം. വേറെ മാർഗം? ഓ, എന്തുവാടോ? കിട്ടില്ല. താങ്ങിന്റെ കുരുക്കി കാണിച്ചെന്തുവായിരുന്നു? ഒരു മാർഗമുണ്ട് മാഡം, ഒരു മാർഗമുണ്ട്. എന്നാ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മാഡത്തിന് മുമ്പേ ആരെങ്കിലും തോറ്റുകൊടുത്താൽ പ്രശ്നമില്ലല്ലോ. എനിക്ക് മുമ്പേ ഈ കളിയിൽ ഇവിടെ ആരെങ്കിലും തോറ്റാല് ഈ കളി ആ സെക്കൻഡ് ഞാൻ അവസാനിപ്പിക്കും. അത് മതിയല്ലോ. മതി. അത് ഞാൻ ആണോ? ഫോൺ ഉപയോഗിക്കാത്തോണ്ടേ ജോലിയെല്ലാം പെട്ടെന്ന് തീർന്നു. അല്ലെങ്കിൽ ആ സമയം മൊത്തം നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചോണ്ടേയിരിക്കുവായിരുന്നു. സത്യമാണ്. ഈ ബുക്ക് എത്ര ദിവസമായിട്ട് വായിച്ചു തീർക്കണമെന്ന് വിചാരിക്കണം. ഇപ്പൊ ഫോണില്ല, അതങ്ങ് വായിച്ചു തീർക്കുകയും ചെയ്യും. അല്ല, ഒരു ദിവസം നമ്മൾ ഫോൺ വിളിച്ച് എന്തുമാത്രം സമയമാണ് കളയണല്ലേ? സത്യം. നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം. ഇത് ദാ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഒന്ന് തൊടാൻ പോലും പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. എന്താ പൂച്ച കയറിയ എന്താ ഉണ്ണിയേട്ടാ, എന്ത് പറ്റി? അതെന്താന്നറിയോ, കുറച്ചു മുന്നേ ഫോൺ ഇതാ ഇരിക്കുന്ന ഫോൺ ഉണ്ണിയേട്ടന്റെ കൊച്ചു പിള്ളേരെ കണക്ക് ഇങ്ങനെ കരയേണ്ട കാര്യമാണ്. അതാണ് നിസ്സാര കാര്യം. പിന്നെ കൊച്ചു പിള്ളേരെ പോലെ കരയാതെ അതൊന്നുമല്ല കാര്യം. പിന്നെ ഞാനൊരു ദാരുണ സംഭവം പറയാൻ വേണ്ടി മാഡത്തിന്റെ മുറിയിലോട്ട് പോകായിരുന്നു. അതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ പെട്ടെന്ന് ഈ കൊച്ചോടി വന്ന് എന്റെ മൊബൈൽ അടിച്ചു മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് ഓടി വന്ന്. അതെന്താ ദാരുണമായ സംഭവം? ഞാനത് പറയട്ടെ? പറഞ്ഞു. ഉണ്ണിയേട്ടാ ഒന്ന് പറ. പറഞ്ഞാ ലക്ഷ്മി കടുങ്കൈ വല്ലതും ചെയ്യുവോ? അതൊന്ന് പറഞ്ഞു തോന്നല്ല. അതെന്തോ തോന്നേ? അതെന്താ? അല്ല, കൺട്രോൾഡ് ആയിരിക്കണം. തൂങ്ങിച്ചാവുകയോ വിഷമടിക്കുകയോ കൈഞ്ഞെരുമ്പ് മുറിക്കുകയോ ഒന്നും ചെയ്യരുത്. കാര്യം പറഞ്ഞേ. പറ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൊച്ചിന്റെ അച്ഛനില്ലേ മേനോൻ സാറ്, മേനോൻ സാറിന്റെ കാർ ഒരു ടിപ്പറിന്റെ പുറകില് തീർന്നെന്നാ കേട്ടോ. ലാസ്റ്റ് കടം ചോദിച്ച പൈസയും കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഈശ്വര. എന്റെ പൊന്നെ, ആ പോക്ക് കണ്ടിട്ട് 3ാമത്തെ നിലയുടെ മേളിൽ നിന്ന് താഴോട്ട് ചാടി ചാവാനാ തോന്നുന്നു. പൊടി പോലും കിട്ടൂല. ലക്ഷ്മി തീർന്നു എന്നുള്ളത് ഉറപ്പേ. പറഞ്ഞേ, ഇത് പ്രശ്നമായി തീരുവോ? ലക്ഷ്മി പോട്ടെ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ മോളെ. ചാടാനുള്ള പരിപാടിയല്ല, വിഷമടിച്ച് ചാവാനുള്ള പരിപാടി. വിഷക്കുപ്പിയെ തെരയുന്നത്. ലക്ഷ്മി നീ അബദ്ധം ഞാൻ പറയുന്ന ആദ്യം എന്റെ പൊന്നെ. അതെ, അപ്പം സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള പരിപാടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.